O is the center of the circle. AD and BC are perpendicular to XY. CB cuts the circle at E. Prove that CE is equal to AD. ചിത്രത്തിൽ O എന്ന് പറയുന്ന വൃത്തകേന്ദ്രമാണ്. ADയും BCയും XY എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും. XY എന്ന് പറയുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൽ AD എന്ന് പറയുന്ന ഈ ഒരു വര ദാറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു XY. ഇവിടെ 90 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. അതേപോലെ BC എന്ന് പറയുന്നത് BCയും XYക്ക് പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിയാണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് CE എന്ന് പറയുന്ന നീളവും C മുതൽ E വരെയുള്ള നീളവും AD എന്ന് പറയുന്ന ലെങ്തും സെയിം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ ഒരു അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ AE എന്ന് പറയുന്ന അത് ജോയിൻ ചെയ്യുകയാണ്. എയിൽ നിന്ന് ഇയിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, AE എന്ന് പറയുന്നത് ജോയിൻ ചെയ്താൽ അറിയാൻ പറ്റും. AE ജോയിൻ ചെയ്തു. അപ്പോൾ AB എന്ന് പറയുന്ന വ്യാസമായതുകൊണ്ട് AB ഡയമീറ്റർ ആണ്. AB വൃത്തത്തിൻ്റെ വ്യാസമാണ്. AB വൃത്തത്തിൻ്റെ വ്യാസം ആണ്. ഓക്കെ, AB വൃത്തത്തിൻ്റെ AB is the diameter of the circle. AB is the diameter of the circle. ഓക്കെ, അപ്പോൾ AB ഡയമീറ്റർ ആയതുകൊണ്ട് നമുക്കറിയാം അർദ്ധവൃത്തത്തിൽ ഉണ്ടാകുന്ന കോൺ മട്ടകോണാണെന്നുള്ള കാര്യം അറിയാം. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. AB is the diameter of the circle. Therefore എന്ത് പറയാം? Therefore കോൺ AEB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 90 ഡിഗ്രി ആകുമ്പോൾ AEB 90 ഡിഗ്രി ആകുമ്പോൾ therefore നമുക്ക് അതിന് കൂടെ ചേർന്നുള്ള ആംഗിൾ AEC എന്ന് പറയുന്നതും 90 ഡിഗ്രി ആകും. ഓക്കെ, ആംഗിൾ AEC 90 ഡിഗ്രിയാണ്. AEC എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളാണ് 90 ഡിഗ്രി. നമ്മൾ ആദ്യം കണ്ടത് ഈ ആംഗിളാണ് 90 ഡിഗ്രി. ഇപ്പോൾ ഇത് രണ്ട് 90 ആണ്. therefore AECD ഒരു ചതുരമാണ്, റെക്റ്റാങ്കിൾ ചതുരമാണ്. AECD ചതുരമാവുമ്പോൾ, റെക്റ്റാങ്കിൾ ആവുമ്പോൾ എന്താ പ്രത്യേകത? റെക്റ്റാങ്കിൾ ആവുമ്പോൾ ഇതിപ്പോൾ ഇത് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ 90 ആകുമ്പോൾ ഇവിടെ രണ്ടും 90 ആണ്, നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും 90 ആയിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇവിടുത്തെ ആംഗിൾ 90 തന്നെ ആയിരിക്കും. അതുകൊണ്ട് AECD ഒരു ചതുരമാണ്. therefore ചതുരമാകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സെയിം ആയിരിക്കും. therefore AD is equal to CE എന്ന് കിട്ടും. therefore CE is equal to AD എന്ന് കിട്ടും. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കുക. ഇവിടെ ഒരു സമഭുജ സാമഗ്ര്യത്തിന്റെ 4 വശങ്ങളും വ്യാസമായി വരയ്ക്കുന്ന വൃത്തങ്ങളെല്ലാം പൊതുവായ ഒരു ബിന്ദുവിലൂടെ കടന്നു പോകുമെന്ന് തെളിയിക്കാനായിട്ടാണ്. പ്രൂവ് ദാറ്റ് ഓൾ 4 സർക്കിൾസ് ഡ്രോൺ വിത്ത് ദി സൈഡ്സ് ഓഫ് എ റോംബസ് ആർ ഡയമീറ്റേഴ്സ് പാസ് ത്രൂ എ കോമൺ പോയിന്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു റോംബസ് ഞാനിവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ABCD എന്ന് പറയുന്നതാണ് റോംബസ്. ഈ റോംബസിൽ AB എന്ന് പറയുന്ന സൈഡ് എടുത്തിട്ട് ആ സൈഡ് ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കുന്നു. AB ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ വരയ്ക്കുന്നു. അതേപോലെ ഈ AB ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കുന്നു. അതേപോലെ അടുത്തത് സൈഡ് BC ആണ്. ഈ BC
ബിയിൽ നിന്ന് സിയിലേക്ക് ബി സി ഡയമീറ്റർ ആയിട്ടൊരു സർക്കിൾ രണ്ടാമത്തെ സർക്കിൾ വരയ്ക്കുന്നു. സി ഡി എന്ന് പറയുന്ന സൈഡ് ഡയമീറ്റർ ആയിട്ട് മൂന്നാമത്തെ സർക്കിൾ വരയ്ക്കുന്നു. എ ഡി ഡയമീറ്റർ ആയിട്ട് നാലാമത്തെ സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ എ ബി വ്യാസമായ, ഡയമീറ്ററിന് പകരം വ്യാസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം മലയാളം മീഡിയംകാർക്ക്. അപ്പോൾ ഇവിടെ ഇതൊരു റോംബസ് ആയതുകൊണ്ട് എ ബി സി ഡി ഈസ് എ റോംബസ്. എ ബി സി ഡി ഒരു സമഭുജ സാമാന്തരികമാണ്. എ ബി സി ഡി ഈസ് എ റോംബസ്, ഒരു സമഭുജ സാമാന്തര്യമാണ്. എ ബി സി ഡി ഒരു സമഭുജ സാമാന്തര്യമാണ്. സമഭുജ സാമാന്തര്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഡയഗണൽ, ഇതിന്റെ വികർണങ്ങൾ. ദെർഫോർ എ സി എന്ന് പറയുന്നത് എ സി പെർപെൻഡിക്കുലർ ടു ബി ഡി, ഇതിന്റെ വികർണങ്ങൾ പരസ്പരം ലംബമാണ്. അതാണ് എ സി പെർപെൻഡിക്കുലർ ബി ഡി. പിന്നെ അത് സമഭാഗം ചെയ്യുമെന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റ്, ഞാനിവിടെ ഒരു പോയിന്റ് പി, അത് കൂട്ടിമുട്ടുന്ന ആ ഡയഗണലുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിന് പി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എ മുതൽ പി വരെയുള്ള നീളവും പി മുതൽ സി വരെയുള്ള നീളവും തുല്യമായിരിക്കും. അതുപോലെ പിയിൽ നിന്ന് ഡിയിലേക്കുള്ള ലെങ്തും പിയിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്തും സെയിം ആയിരിക്കും. നമുക്ക് ഇവിടെ അത് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇത് ലംബമാണ് എന്നുള്ള കാര്യമാണ്. therefore AC perpendicular BD. AC perpendicular BD ആവുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കോൺ എന്ന് പറയുന്നത്, ഇവിടെ ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രിയാണ്. therefore ആ കോണിന്റെ അളവ് നമുക്ക് എഴുതാം. therefore കോൺ APB is equal to 90 ഡിഗ്രി, 90 ഡിഗ്രിയാണെന്ന് എഴുതാം. ഇതേപോലെ അടുത്ത ഒരു ആംഗിൾ ഉണ്ട്. അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് അതിനോട് ചേർന്നിട്ടുള്ള രണ്ടാമത്തെ ആംഗിൾ ആണ്. അതിനോട് ചേർന്നിട്ടുള്ള ഈ ആംഗിൾ എന്ന് പറയുന്നതും 90 ഡിഗ്രിയാണ്. അതിൻ്റെ ആംഗിളിന്റെ പേര് ആംഗിൾ BPC എന്ന് പറയുന്നതാണ്. ആംഗിൾ BPC എന്ന് പറയുന്നതും നമുക്ക് 90 ഡിഗ്രിയാണ്. കോൺ BPC എന്ന് പറയുന്നതും 90 ഡിഗ്രിയാണ്. ഓക്കെ, അത് 90ആണ്. അതേപോലെ തന്നെ CPD എന്ന് പറയുന്ന ഇവിടുത്തെ മൂന്നാമത്തെ ആംഗിൾ, ഈ ആംഗിൾ CPD, ആംഗിൾ CPD അതും 90ആണ്. അതേപോലെ APD, കോൺ APDയും 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ആകുമ്പോൾ നമുക്കറിയാം ഈ പി എന്ന് പറയുന്നത് AB വ്യാസമായ വൃത്തത്തിലെ ബിന്ദുവായിരിക്കും. APB 90 ആകുമ്പോൾ therefore P എന്ന ബിന്ദു, P is a point, P is a point on the circle with AB as diameter, with AB as diameter. ഓക്കെ, P എന്ന ബിന്ദു AB വ്യാസമായ വൃത്തത്തിലെ ബിന്ദുവാണ്. അതേപോലെ അടുത്തതുപോലെ നമുക്ക് പറയാം, അവിടെ 90. അടുത്തത് BC, P is a point on the circle with BC as diameter. ഓക്കെ, അതുപോലെ P is a point on the circle with CD as a diameter, CD as diameter. അതേപോലെ AD as diameter എന്ന് എഴുതാം. therefore ഈ പോയിന്റ് P എന്ന് പറയുന്നത്, therefore P is the common point, therefore P is a common point of all the circles. എല്ലാ സർക്കിളിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഒരു മറ്റൊരു ഫോം തന്നെയാണ്. നോക്കാം. ചിത്രത്തിലെ പോലെ സമീപവശങ്ങൾ തുല്യമായ ഏത് ചതുർഭുജത്തിലും ഇത് ശരിയാണെന്ന് തെളിയിക്കാം. ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ ഈ 4 വൃത്തങ്ങളും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് തെളിയിക്കണം നമുക്ക്. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ, ദാറ്റ് ഈസ് all these 4 circles passing through a fixed point. ഈ 4 സർക്കിളും ഒരു ഫിക്സഡ് പോയിന്റിലൂടെ കടന്നു പോകണം. എപ്പോഴാണ്? ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസന്റ് സൈഡ്സ് ആർ ഈക്വൽ. അടുത്തടുത്ത വശങ്ങൾ തുല്യമായ ഒരു ചതുർഭുജം എടുത്താൽ, സമീപവശങ്ങൾ തുല്യമായ ഏത് ചതുർഭുജം എടുത്താലും ഈ 4 വൃത്തങ്ങളും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു എന്ന് തെളിയിക്കണം. പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ട്രൂ എന്നാണ്. അത് നമ്മളിപ്പോൾ ചെയ്തു കഴിഞ്ഞ പ്രോബ്ലത്തിനോട് ചേർത്ത് വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഈ
ക്വാഡ്രിലാറ്ററിന് ഒരു പേര് കൊടുക്കാം. ABCD തന്നെ നമുക്ക് പേര് കൊടുക്കാം. ABCD എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ABCD എന്ന് കൊടുക്കുകയാണ്. ഇത് A, ഇത് B, മൂന്നാമത്തെ വെർട്ടെക്സ് C, നാലാമത്തെ വെർട്ടെക്സ് D എന്ന് പേര് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഈ കോമൺ പോയിന്റ്, ഇത് കോമൺ പോയിന്റ്, ഈ 4 വൃത്തത്തിനും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് നമുക്ക് തെളിയിക്കണം. അതിന് ഞാൻ ഇതിന്റെ വികരണങ്ങൾ വരയ്ക്കുവാണ്. ഈ 2 വികരണങ്ങളും വരയ്ക്കുവാണ്. 2 വികരണങ്ങളും വരയ്ക്കുന്നു. AC എന്ന് പറയുന്ന ഒരു ഡയഗണലും ജോയിൻ AC ആൻഡ് BD, ACയും BDയും ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു, നേരത്തെ പറയുന്നത് റോംബസ് ആയിരുന്നു. സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബമാണ്. ദ ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നാണ് നമ്മൾ നേരത്തെ ചോദ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ചോദ്യത്തിലും അതേ റിസൾട്ട് തന്നെയാണ്. ഇഫ് ദി അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ആർ ഈക്വൽ ദെൻ ഇറ്റ്സ് ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ദ ഡയഗണൽസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ വിത്ത് അഡ്ജസന്റ് സൈഡ്സ്, ദി ഡയഗണൽസ് ഓഫ് എ quadrilateral with adjacent sides equal are perpendicular to each other. ഈ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഈ AD എന്ന് പറയുന്നതും AB എന്ന് പറയുന്നത് സെയിം ആയാൽ, ADയും ABയും സെയിം ആയാൽ ഇവിടെ ഉണ്ടാകുന്ന ഈ 2 ആംഗിൾ സെയിം ആയിരിക്കും എന്നാണ്. സെയിം മീൻസ് അത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കും എന്ന് നമുക്ക് കൊടുക്കാം. ഇവിടെ 90 ആണ്, ഇവിടെ 90 ആണ്, ഈ 2 സൈഡിൽ 90 ആയിരിക്കും. ദെർഫോർ നമുക്ക് ഈ പോയിന്റിന് പേര് കൊടുത്തില്ല, പോയിന്റ് നമുക്ക് P എന്ന് പേര് കൊടുക്കാം. പോയിന്റിന് P എന്ന് പേര് കൊടുക്കാം. ഡയഗണലിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് P എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ദെർഫോർ ആംഗിൾ നേരത്തെ എഴുതിയ പോലെ തന്നെ പറയാം. ദെർഫോർ ആംഗിൾ APBയും ആംഗിൾ BPCയും അതേപോലെ ആംഗിൾ CPDയും അതുപോലെ ആംഗിൾ APDയും 90 ഡിഗ്രി ആണെന്ന് പറയാം. 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആകുമ്പോൾ എന്താണ്? Therefore, if you draw a circle with AB as diameter, the circle pass through the point P. അല്ലേ? Therefore P AB വ്യാസമായ വൃത്തം Pയിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, കടന്നു പോകുന്നു. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത് എഴുതാം. BC വ്യാസമായ വൃത്തം ഇതിലൂടെ കടന്നു പോകുന്നു, Pയിലൂടെ കടന്നു പോകുന്നു. അതുപോലെ CD വ്യാസമായ വൃത്തം Pയിലൂടെ കടന്നു പോകുന്നു. അതേപോലെ AD വ്യാസമായ വൃത്തം Pയിലൂടെ കടന്നു പോകുന്നു. അതായത് ഈ 4 സർക്കിളിനും കോമൺ ആയിട്ടുള്ള ഈ 4 സർക്കിളും Pയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 സർക്കിളിലും കോമൺ ആയിട്ടുള്ള പോയിന്റ് ആണ് P എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.